ഹായ് വ്യൂവേഴ്സ്, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് പെരുമ്പാവൂരടുത്ത് ചേലമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ അനീഷ് ബിൻസി ദമ്പതികളുടെ വീട്ടിൽ നമ്മൾ ചെയ്ത് ഇൻറ്റീരിയർ കാഴ്ചകൾ കാണാനാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ സിറ്റൗട്ടിൽ നിന്ന് കയറി വരുമ്പോഴേ ഇത് നമ്മുടെ ഫോർമൽ ലിവിംഗ് ആണ്. ഫോർമൽ ലിവിങ്ങിൽ ഒരു 6 സീറ്റർ കോർണർ ടൈപ്പ് സോഫയാണ് ചെയ്തിരിക്കുന്നത്. സോഫയുടെ ബാക്കിൽ ഒരു ഗ്ലോസി ഫിനിഷുള്ള ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു മെറ്റൽ ആർട്ടും നമുക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ വിൻഡോസിലെല്ലാം നമ്മൾ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ റൂംസും ഇവിടെ സീലിംഗ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈറ്റിംഗ് ആയിട്ട് പ്രൊഫൈലും സ്പോട്ട് ലൈറ്റുമാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നമ്മളൊരു പാർട്ടീഷനാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പം ഡൈനിങ്, ഫാമിലി ലിവിങ് എല്ലാം അപ്പുറത്തുള്ളത് തന്നെ നമ്മുടെ ഫോർമൽ ലിവിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാർട്ടീഷനാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേഷനാണ്. നമ്മളെല്ലാം ഫാക്ടറി ഫിനിഷാണ് ചെയ്തിരിക്കുന്നത്. പാർട്ടീഷൻ ഇങ്ങോട്ട് വന്നാൽ തന്നെ ഇവിടെ ഓപ്പണിങ് നമ്മളൊരു പാനലിങ് കൊടുത്ത് നമ്മളവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാൽ ഇതാണ് നമ്മുടെ ഫോർമൽ ലിവിങ്. ഫോർമൽ ലിവിങ്ങിൽ നമ്മളൊരു 5 സീറ്റർ തന്നെയാണ് ഇവിടെ സീറ്റിംഗ് ചെയ്തിട്ടുള്ളത്. ഫാമിലി ലിവിങ് തന്നെയാണ് നമ്മൾ പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ പ്രെയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഹൈറ്റ് സീലിംഗിൽ ടച്ച് ചെയ്ത രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ പ്രെയർ യൂണിറ്റ് ചെയ്തിട്ടുള്ളത്. മെറ്റീരിയൽ യൂസ് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേഷനാണ്. നമ്മുടെ ഡ്രോയറിൻ്റെ ഫേസ് വൈറ്റ് കളറാണ്. അതുപോലെ തന്നെ ഹാൻഡിൽ ഒരു സിൽവർ കളറുള്ള ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വാളിലെ പാനലിൻ്റെ കൂടെ തന്നെ ടെക്സ്ചർ വർക്കാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ബോട്ടത്തിൽ നമ്മളൊരു ചെറിയൊരു ബോക്സ് വർക്ക് ചെയ്ത് പെബിൾസും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ലൈറ്റിങ്ങും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഈ ഫാമിലി ലിവിങ് ഇവിടെ തന്നെ ആയതുകൊണ്ടാണ് ഈ TV യൂണിറ്റ് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ സ്പേസിനെ മാനേജ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സൈഡിൽ നമ്മൾ ലൂവേഴ്സും ലെഡ്ജസും കൊടുത്തിട്ടുണ്ട്. ബോട്ടത്തിൽ സ്റ്റോറേജ് സെയിം. ഇവിടെ നമ്മൾ മറൈൻ പ്ലൈവുഡ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് മൊത്തം വിത്ത് ലാമിനേറ്റ് ഫിനിഷ്. ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ടോപ്പിൽ ഒരു ചെറിയ ടെക്സ്ചർ വർക്കാണ് മുകളിൽ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നമ്മൾ ബോട്ടത്തിൽ സ്റ്റോറേജ് ആണ്. നമ്മൾ വെറ്റ് ഏരിയസ് എല്ലാം WPC ആണ് യൂസ് ചെയ്യുന്നത്. ബാക്കിൽ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. മിററിൻ്റെ ബാക്കിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ WPC ലൂവേഴ്സും. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ ഏരിയ മിക്കയിടത്ത് ഫ്രീ ആയിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മളതൊരു സ്റ്റോറേജ് ആയിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇൻവേർട്ടറോ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൽ നിന്ന് നേരെ ഇങ്ങ് വന്നാൽ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെ ഒരു വലിയ കിച്ചൺ ഏരിയ ആണുള്ളത്. കിച്ചണും വർക്ക് ഏരിയയും കൂടെ കമ്പൈൻ ചെയ്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. സെൻറ്ററിൽ നമ്മൾ ഹോബ് ഐലൻഡ് ടൈപ്പാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേഷനാണ്. ആക്സറീസ് എല്ലാം 304 ഗ്രേഡിലുള്ള SS 304 ഗ്രേഡിലുള്ള ആക്സറീസ് എല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വെറ്റ് ഏരിയ സിങ്ക് വരുന്ന ഏരിയ WPC 3 ലെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഷട്ടറിൽ വെൻറ്റിലേഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റ് ബിന്നും സിങ്കിൻ്റെ താഴെ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആക്സറീസ് ബേസിക്കായിട്ട് വേണ്ട എല്ലാ ആക്സറീസും നമ്മളിവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കട്ട്ലറി, കപ്പ് ആൻഡ് സോസർ, പ്ലേറ്റ് ട്രേ, അതുപോലെ തന്നെ ഓയിൽ പുള്ളോട്ട്, അതുപോലെ തന്നെ ഇവിടെ നമ്മൾ GTPT ബേസിക്കായിട്ട് വേണ്ട എല്ലാ ആക്സറീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഇവിടെ ചെയ്തിരിക്കുന്ന സീലിംഗ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു ഐലൻഡ് കിച്ചൺ ആയതുകൊണ്ട് തന്നെ സീലിംഗ് സ്വല്പം താത്തിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡെക്റ്റ് വൈപ്പ് സീലിങ്ങിനകത്തൂടെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലോഫ്റ്റും നമ്മൾ ടോപ്പിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കിച്ചണിൽ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഏരിയയാണ് മാസ്റ്റർ ബെഡ്റൂം. അത്യാവശ്യം വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ ഉള്ളത്. അവിടെ നമ്മളൊരു കിങ് സൈസ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് സ്റ്റോറേജ്, ഡ്രോയർ സ്റ്റോറേജ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 സൈഡിലും ബെഡ് സൈഡ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
വൺ സൈഡ് നമ്മൾ ലൂവേഴ്സാണ് പാനലിങ്ങിനായിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ലെഡ്ജ് വിത്ത് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വാള് ടെക്സ്ചർ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. മനോഹരമായിട്ടുള്ള വാൾ ഡെക്കറാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ വാർഡ്രോബ്, ഒരു 3 ഡോർ വാർഡ്രോബ് വുഡ് വൈറ്റ് കോമ്പിനേഷനാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ ഒരു സിൽവർ കളറ് ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ഡ്രസ്സിങ് യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഇതും മറൈൻ പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ലാമിനേഷൻ. ബോട്ടത്തിൽ സ്റ്റോറേജും അതുപോലെ തന്നെ വാളിൽ WPC ലൂവർ, അതുപോലെ തന്നെ ഒരു മിറർ, പ്ലെയിൻ മിററാണ് ചെയ്തിട്ടുള്ളത്. 2 ലെഡ്ജസും മുകളിൽ ഒരു ലെഡ്ജ് കൊടുത്ത് ലൈറ്റിങ്ങും കൊടുത്ത് ആണ് നമ്മൾ ഡ്രസ്സിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ സീലിംഗ് പ്ലെയിൻ സീലിംഗ് ആണ്. പ്ലെയിൻ സീലിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക് പ്ലെയിനായിട്ട് ചെയ്യുവാണെങ്കിൽ പൊടിയോ കാര്യങ്ങളൊന്നും കയറി കിടക്കില്ല. ഇച്ചിരി ക്ലീനിങ് പർപ്പസിന് കുറച്ചുകൂടെ എളുപ്പമാണ്. വിത്ത് പ്രൊഫൈൽ ലൈറ്റാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം. നമ്മൾ പാസേജിൽ തന്നെയാണ് വാർഡ്രോബ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് കളറിലുള്ള വാർഡ്രോബാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. വിത്ത് ലാമിനേഷനാണ്, മറൈൻ പ്ലൈവുഡ് വിത്ത് ലാമിനേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന മെറ്റീരിയൽ 710 ഗ്രേഡിലുള്ള മറൈൻ പ്ലൈവുഡാണ്. അതുപോലെ തന്നെ ഹാൻഡിൽസ് നമ്മൾ സിൽവർ കളറാണ് ഇവിടെയും ചൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങോട്ട് വന്നാൽ നമ്മളിവിടെ ഒരു ക്യൂൻ സൈസ് കോട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ വിത്ത് ഡ്രോയർ സ്റ്റോറേജ് ആണ്. അതുപോലെ തന്നെ 2 സൈഡിലും ബെഡ് സൈഡ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്തിരിക്കുന്ന എല്ലാം ഒരു വുഡ് വൈറ്റ് കോമ്പിനേഷനാണ് ബെഡ്റൂം എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽസ് സിൽവർ, ഈ ഒരു കളർ തീമാണ് നമ്മൾ ഈ വീട്ടിന് ചൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഹെഡ് സൈഡിൽ നമ്മൾ ലൂവർ പാനിങ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെയാണ് ബെഡ് സൈഡ് സ്വിച്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബാക്കി ഏരിയ എല്ലാം നമ്മൾ ടെക്സ്ചർ പെയിൻ്റാണ് ചെയ്തിട്ടുള്ളത്. വിത്ത് ഒരു മെറ്റൽ വാളാർട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഡ്രസ്സിങ് യൂണിറ്റാണ്. വലിയ യൂസ് ഇല്ലാത്ത റൂം ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ഡ്രോയറും ഒരു മിററുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്റ്റെയർ ഏരിയ വരുന്നത്. സ്റ്റെയർ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ വാൾ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ടെക്സ്ചർ പെയിൻ്റാണ്. അതുപോലെ തന്നെ ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഹാൻഡ് റെയിൽ ഗ്ലാസ് വിത്ത് വുഡ് ഹാൻഡ് റെയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങോട്ട് വന്നാൽ മുകളിൽ കർഗോളയാണ്. അവിടെ തന്നെ ഷാങ്ലിയർ, നല്ല മനോഹരമായ ഒരു ഷാങ്ലിയറാണ് ഹാങ് ചെയ്തിട്ടുള്ളത്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ വരുന്നത്. ഇവിടെ സീലിംഗ് മനോഹരമായൊരു സീലിംഗാണ്. സിമ്പിളാണ്, പ്ലെയിൻ സീലിംഗ് തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഏരിയയിൽ തന്നെയാണ് ഒരു ഫോൾഡബിൾ അയണിങ് ടേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂമാണ് വരുന്നത്. ഇത് ഫസ്റ്റ് ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ കിങ് സൈസ് കോട്ട് വിത്ത് ഡ്രോയർ സ്റ്റോറേജാണ് ചെയ്തിട്ടുള്ളത്. ഹെഡ് സൈഡിൽ നമ്മൾ ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൺ സൈഡ് ലൂവർ പാനലിങ്ങും അവിടെ തന്നെ 2 ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും സെയിം നമ്മൾ വുഡ് വൈറ്റ് കോമ്പിനേഷനാണ് ബെഡ് സൈഡ് ടേബിളൊക്കെ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു 3 ഡോർ വാർഡ്രോബ്, അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ഡ്രസ്സിങ്, ബോട്ടത്തിൽ സ്റ്റോറേജ്, ഒരു മിററുമാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമ്മൾ പ്ലെയിൻ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളൊരു ക്യൂൻ സൈസ് കോട്ട് വിത്ത് ഡ്രോയർ സ്റ്റോറേജ് ആണ്. ഇവിടെ വൺ സൈഡാണ് സൈഡ് ടേബിൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ വാൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ടെക്സ്ചർ പെയിൻറ്റ്, അതുപോലെ തന്നെ വെയിൻസ്കോട്ട് യൂസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒരു പ്ലെയിൻ സീലിംഗ് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയും നമ്മളൊരു 3 ഡോർ വാർഡ്രോബ് മറൈൻ പ്ലൈവുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് വിത്ത് ലാമിനേറ്റ് ഫിനിഷ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് യൂണിറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മനോഹരമായി ഇൻറ്റീരിയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനാണ്. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോൺ കോളിലും വാട്സപ്പിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.